നമുക്ക് ആ പ്രാർത്ഥനയോട് ദൈവവചനം ചിന്തിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചത്. ഈ സമയത്ത് 16-ാം അധ്യായത്തിന്റെ അവസാന രംഗം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ഈ സമയത്ത് മനഃപൂർവ്വം ആരോ ശല്യം ചെയ്യുന്നുണ്ട്. മനഃപൂർവ്വം ഈ സമയത്ത് എല്ലാം ചെയ്യുന്നു. ഞാൻ എന്തോ അതിന് മറുപടി പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ. എല്ലാം വിവേകത്തോട് ഇടപെടേണ്ടതുകൊണ്ട്, ജ്ഞാനത്തോട് സംസാരിക്കേണ്ടതുകൊണ്ട് മൗനമായിരിക്കുകയുള്ളൂ നിവർത്തിയുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ നിന്ന് അവർ വിമോചിതരായത് ഒരു അത്ഭുതമായിട്ട് നിയമമാണ്. ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ചു. ആ വിടുതലിന്റെ മുഖാന്തരം അവരെ ജയിലിലാക്കിയ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുവാനിടയായി. ഫിലിപ്പിയിലെ ആ ശുശ്രൂഷ കർത്താവ് പറഞ്ഞിട്ടാണ് അവിടേക്ക് പോയത്. ഇന്നലെ ഞാനത് ഓർപ്പിച്ചു. പക്ഷേ പ്രതികൂലങ്ങൾ വളരെയായി. എങ്കിലും ദൈവം അതിന്റെ നടുവിൽ അവരെ സഹായിച്ചു. ഒരു സഭ ഫിലിപ്പിയിൽ ഉടലെടുക്കുവാൻ അത് മുഖാന്തരം ഇടയായി. വളരെ മനോഹരമായ നിലയിൽ ആ സഭയെ സംബന്ധിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഫിലിപ്പിയയിലെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം 10 വർഷം കഴിഞ്ഞ് പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോൾ ഈ സഭയ്ക്ക് ഒരു ലേഖനം എഴുതുന്നു. അതിൻ്റെ പ്രധാന വിഷയം അവർ പൗലോസിനെ പല സമയങ്ങളിൽ പലയിടങ്ങളിൽ വെച്ച് ഭൗതികമായി സഹായിച്ചതിനൊരു താങ്ക്സ് ലെറ്റർ അവർക്ക് കൊടുക്കുകയാണ്. ഫിലിപ്പിയിലെ സഭയുടെ ഒരു പ്രത്യേകത, അവർ കർത്താവിന്റെ വേലക്കാരെ ഭൗതികമായി സഹായിക്കുന്നവരായി തീർന്നു എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 8-ാം വാക്യവും 9-ാം വാക്യവും വായിക്കുമ്പോൾ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ അവരോട് ഫിലിപ്പിയരെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ സഹോദരി എന്ന് വായിക്കാം. 2 കൊരിന്ത്യർ സൂസമല്ല എന്നതില്ലേ? അല്ലല്ല, 2 കൊരിന്ത്യർ 11-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തിനെയും ഭാരപ്പെടുത്തിയില്ല. മക്കദോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്ര എന്റെ മുട്ട് തീർത്തത്. ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. ആമേൻ. മക്കദോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് എന്റെ മുട്ട് തീർത്തത് എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടായ ഭൗതികമായ ആവശ്യങ്ങളെ സഹായിച്ചത് മക്കദോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ, അതായത് ഫിലിപ്പിയ, അതാണ് മക്കദോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ കോരിന്തിൽ പൗലോസ് വേല ചെയ്യുമ്പോൾ അതിന്റെ വടക്കൻ ഭാഗത്തുള്ളായിരുന്നൊരു സഭയാണ് ഫിലിപ്പിയ സഭ. ആ സഭ ഭൗതികമായി പൗലോസിനെ സഹായിച്ചു എന്ന് പൗലോസ് എടുത്തു പറയുന്നു. ഇതൊരു നല്ല പ്രവൃത്തിയാണ്. ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം,
തെസലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. സ്തോത്രം. ഇപ്പൊ തെസലോനിക്കയിൽ വേല ചെയ്യുമ്പോഴും എന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നു. എന്തോ അയച്ചു തന്നത്? പണമാണ്. അപ്പൊ നോക്കണം, ഫിലിപ്പിയിൽ കഷ്ടതയുണ്ടായി, ജയിൽവാസം ഉണ്ടായി, ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെ ഒരു സഭയുണ്ടായി. ആ സഭ പിന്നത്തേതിൽ ദൈവത്തിന്റെ ദാസനായ പൗലോസിനെ ഭൗതികമായി സഹായിക്കുന്നവരായി മാറി. ഇത് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വായിച്ചു വിടുവാനുള്ളതല്ല. നമ്മളിത് മാതൃകയാക്കണം. നമ്മുടെ ഇടയിൽ ശുശ്രൂഷിച്ചിട്ടുള്ള ദൈവദാസന്മാർ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർ ബുദ്ധിമുട്ടിലിരിക്കുമെങ്കിൽ അവരെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന സ്ഥലം സഭകളിലെ ശുശ്രൂഷകന്മാരെയും വേലക്കാർ അങ്ങനെയുള്ളവരെയും നമുക്ക് ദൈവം തന്നതിൽ നിന്ന് നമ്മുടെ പ്രാപ്തി പോലെ അവരെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പിയിലെ സഭയെക്കുറിച്ച് ചിന്തിച്ചാട്ട് ഒന്നാമത് അവിടെ രക്ഷിക്കപ്പെട്ടു വന്നത് ഏഷ്യൻകാരിയായ ഒരു വ്യവസായിനിയ, രക്താംബരം വയ്ക്കുന്ന ഒരു സഹോദരി, ഒരു വ്യവസായി. അവളാണ് ആദ്യം, അവളും അവളുടെ കുടുംബവും രക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട്. രണ്ടാമത് ഭൂതം ബാധിച്ച ഒരു സ്ത്രീയിൽ നിന്ന് ദുഷ്ടാത്മാവ് വിട്ടുപോയി. അവൾ രക്ഷിക്കപ്പെടുവാനിടയായി. വേദശാസ്ത്രികൾ പറയുന്നു അവളും അവിടുത്തെ മെമ്പറായിരുന്നു. മൂന്നാമത് അവിടുത്തെ ജയിൽ സൂപ്രണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ട് അവിടേക്ക് വരുവാനിടയായി. മറ്റു പലരും അവിടെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം അവിടെ എഴുതിയിട്ടില്ല. അങ്ങനെ ഈ 3 വ്യക്തികളുടെ പേരെടുത്ത് എഴുതിയിട്ടുണ്ട്. അവരാണ് ഫിലിപ്പിയ സഭയിലെ ആദ്യത്തെ മെമ്പേഴ്സ്. അവരാൽ ആണ് ആ സഭ മുൻപോട്ട് പോകേണ്ടത്. പൗലോസ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അവിടെ നിന്നാണ് പൗലോസ് പിന്നത്തേതിൽ അടുത്ത 3 സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇന്ന് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഫിലിപ്പിയ സഭയെ കുറിച്ചൊരു നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ലൊരു ചിന്താഗതിയും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കർത്താവിന് സ്തോത്രം. വാസ്തവത്തിൽ മാസിഡോണിയയിലേക്ക് പൗലോസ് വന്നത് ഒരു ദർശനത്തിന്റെ പേരിലാണ്. അവിടെ വേല ആരംഭിക്കുവാൻ ആഗ്രഹിച്ചെങ്കിൽ അവിടെ വേണ്ട വിധത്തിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു നദിയുടെ തീരത്ത് പോയിരുന്ന് ദൈവവചനം ശുശ്രൂഷിച്ചു. എന്നാൽ പിന്നത്തേതിൽ ദൈവം അവിടെ ഒരു സഭ ഉടലെടുക്കുവാൻ ഇടയായി. അവർ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സഭയായി മാറി. നോക്കുക, ദൈവത്തിന്റെ വഴികൾ എത്ര ശ്രേഷ്ഠമേറിയ വഴികളാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു ചെറിയ ആരംഭത്തെ തുച്ഛീകരിക്കാത്തവനാണ് നമ്മുടെ ദൈവം. ഇത് മനസ്സിലാക്കി നമ്മൾ കർത്താവിന്റെ വേലയിൽ ചെറിയ ആരംഭമായിരിക്കാം, ചെറുതായി തുടങ്ങുന്നതായിരിക്കാം, പിന്നത്തേതിൽ അതിനെ വളർത്തിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം. ആമേൻ. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ ഒരു ആപ്പിൾ എടുത്ത് അത് കീറി നോക്കിയാൽ അതിനകത്ത് എത്ര കുരുവുണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണി നോക്കാൻ കഴിയും. ആപ്പിളിന്റെ സീഡ് എത്രയുണ്ടെന്ന് പറയാൻ കഴിയും. എന്നാൽ ആ ആപ്പിളിന്റെ ഒരു സീഡ് കുഴിച്ചിട്ട് കിളുത്ത് വന്ന് ഒരു വൃക്ഷമായി തീരുമ്പോൾ, ഒരു ആപ്പിൾ മരമായി തീരുമ്പോൾ, ആ ആപ്പിൾ മരത്തിൽ എത്ര ആപ്പിൾ കായ്ക്കും എന്ന് പെട്ടെന്ന് പറയാനൊക്കത്തില്ല. ഒരു മനുഷ്യനും പറയാൻ ഒക്കത്തില്ല. ഒരു ആവറേജ് കണക്ക് പറയും. നമ്മുടെ നാടൻ ഭാഷയെ പറയുന്നൊരു പറയും, പിള്ളേർ പറയും 900 എന്ന്, കാക്ക 900 എന്ന് പറയും. അങ്ങനെ പറയാനല്ലാതെ എത്ര ആപ്പിൾ കായ്ക്കുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഇതുപോലെയാണ് ഒരു ചെറിയ സഭ, ഒരു ചെറിയ കൂടിവരവ് ഒരു സ്ഥലത്ത് തുടങ്ങി അതെത്ര വലുതാവും, അത് ആരെ സഹായിക്കും, എന്തായിത്തീരുമോ നമുക്ക് പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് എല്ലാ ദൈവമക്കൾ ഓർക്കണം. അതെ, ചെറിയ കൂടിവരവുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ചെറിയ കൂടിവരവുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുക.
അവന് സഭകൾ തുടങ്ങാൻ ആഗ്രഹിക്കുക. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഫിലിപ്പിയിൽ നിന്ന് സഹോദരന്മാർ നേരെ സൗത്തിലേക്ക് യാത്ര ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് 17-ാം അധ്യായം. ഇവിടെ 17-ാം അധ്യായത്തിൽ 3 സ്ഥലങ്ങളിൽ അവർ യാത്ര ചെയ്തു. അവിടെ സഭകൾ സ്ഥാപിക്കപ്പെട്ട് കാണണം. നിശ്ചയമായിട്ടും ആ 3 സ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ശ്രദ്ധിച്ചാട്. 1 തെസ്സലോനിക്ക, 2 ബെരോബയ, 3 അഥേന. ഈ 3 സ്ഥലങ്ങളാണ് തുടർന്ന് പൗലോസും കൂട്ടരും സന്ദർശിച്ച സ്ഥലം. ഈ 3 സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. തെസ്സലോനിക്ക എന്ന് പറയുമ്പോൾ അത് വചനത്തെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകളെ അവിടെ കാണാൻ കഴിയും. തെസ്സലോനിക്ക എന്ന് പറയുമ്പോൾ വചനത്തെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളെ അവിടെ കാണാം. ബെരോബ എന്ന് പറയുന്ന സ്ഥലം വചനത്തെ സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ കഴിയും. വചനത്തെ സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അഥേന വചനത്തെ അവഹേളിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് അവിടെ കാണുന്നത്. അപ്പൊ ഈ 3 ഹെഡിങ്ങുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. എന്തിനാ അങ്ങനെ പറയുന്നത്? ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്. അതുകൊണ്ട് ഞാൻ കാട് കയറി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞേച്ചു പോവുകയല്ല. ഈ 3 പേരുകൾ നിങ്ങൾ ഓർമ്മയിരിക്കുക. 1 തെസ്സലോനിക്ക. അത് വചനത്തോട് അവർ കാണിച്ചത് നമുക്ക് പഠിക്കാൻ പോവുകയാണ്. വചനത്തെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ. 2 ബെരോബ. ബെരോബ വചനത്തെ സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. 3 അഥേന എന്ന സ്ഥലം വചനത്തെ അവഹേളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇനി നമുക്ക് മടങ്ങി വരാം. ഇത് 17-ാം അധ്യായത്തിലെ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് പോവുകയാണ്. നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാം. കർത്താവിന് സ്തോത്രം. 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് തെസ്സലോനിക്കയിലെ കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 9 വാക്യം വായിക്കാം. അവർ അംഫിപോലിസിലും അപ്പലോന്യയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ചു വിവരിച്ചു കൊണ്ടിരുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. യഹൂദന്മാരോ അസൂയ കൊണ്ട് മിനക്കെട്ടു നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹം ഉണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞു. അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടു ഇരിക്കുന്നു. അവർ ഒക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. ആമേൻ. ഫിലിപ്പിയ പട്ടണത്തിൽ നിന്ന് പൗലോസും ശീലാസും അവർ യാത്ര ചെയ്ത് എത്തിച്ചേർന്നത് തെസ്സലോനിക്കയിലാണ്. തെസ്സലോനിക്ക എന്ന് പറയുന്നത് മാസിഡോണിയയുടെ അല്ലെങ്കിൽ ഗ്രീസിൽ നിന്ന് ഏതാണ്ട് സൗത്തിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 80ഓളം ഒരു മൈൽ യാത്ര ചെയ്താലേ അവിടെ എത്തത്തുള്ളൂ. അവിടെ എത്തിയതിനു ശേഷം 40 മൈലോളം സൗത്തിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇത് ഈജിയൻ കടൽ തീരത്തുള്ള ഒരു പ്രധാന പട്ടണമാണ് തെസ്സലോനിക്ക. ഈ പട്ടണത്തിന്റെ ആധുനിക നാമം, ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന നാമം, അതിന്റെ പേര്
സെലോനിക്ക എന്നാണ്. സെലോനിക്ക, സെലോനിക്ക, അത് ഓർത്തെഴുതണം. ഇപ്പോൾ അവിടെ ചെന്ന് തെസലോനിക്ക അന്വേഷിച്ചാൽ കാണത്തില്ല. ആ പട്ടണത്തിന്റെ ഇപ്പോഴത്തെ പേര് സലോനിക്ക എന്നാണ്. BC 332 അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം ഗ്രീസിന്റെ സൈന്യാധിപനായിരുന്നത് കസാണ്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യനാണ് ഈ പട്ടണം പണിതത്. ഈ പട്ടണം അന്ന് ഒരു മനുഷ്യയോഗ്യമാക്കി തീർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അലക്സാണ്ടറിന്റെ സഹോദരിയെയാണ് ഇദ്ദേഹം വിവാഹം ചെയ്തിരുന്നത്. അലക്സാണ്ടറിന്റെ സഹോദരിയുടെ പേര് തെസ്ലോനിക്ക എന്നാണ്. ആ സ്ത്രീയുടെ പേര് തെസ്ലോനിക്ക എന്നാണ്. അതുകൊണ്ട് തന്റെ ഭാര്യയുടെ പേര് താൻ ഈ പട്ടണത്തിനിട്ട്. അങ്ങനെയാണ് മാസിഡോണിയയുടെ തെക്കൻ പ്രോവിൻസിൽ ഈ റോമൻ കോളനിയിൽ ഇങ്ങനെ പേരുള്ള ഒരു പട്ടണം വന്ന് ചേരുവാൻ തക്കോണം ഇടയായി തീർന്നത്. അലക്സാണ്ടറുടെ സഹോദരിയെ വിവാഹം ചെയ്തിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ആ സഹോദരിയുടെ പേര് തെസ്സലോനിക്ക എന്നായിരുന്നു. അങ്ങനെയാണ് താൻ ആ പട്ടണം പണിതപ്പോൾ അതിന് പേരിട്ടത്. തന്റെ ഭാര്യയുടെ പേര് നിലനിർത്താനായിട്ട് ഇട്ട പേരാണ്. നമ്മുടെ ഇന്ത്യയിലെ താജ്മഹൽ എന്ന് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടായെന്ന് ഏറെക്കുറെ നമുക്കറിയാം. താജ്മഹൽ ആരുടെ പേരാണ്, എങ്ങനെ വന്നു എന്നാണ്. അത് ചരിത്രത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നു. ചരിത്രം പഠിക്കുന്നവർക്കറിയാം താജ്മഹൽ ആര് പണിതു, എങ്ങനെ വന്നു, ആരുടെ പേരാണ്. ഇതുപോലെയാണ് തെസ്സലോനിക്ക വന്നു ചേരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പൗലോസ് തെസ്സലോനിക്കയിൽ എത്തി അവിടെ ഉണ്ടായിരുന്ന സിനഗോഗിൽ പതിവ് പോലെ 3 ശബത്തിൽ, അഥവാ 3 ആഴ്ച, അതാണ് 3 ശബത്ത് എന്ന് പറയുന്നത്, ഈ സിനഗോഗിൽ തിരുവെഴുത്ത് ആധാരമാക്കി സംസാരിച്ചു. ആ കാലത്ത് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് ഇല്ല. അവർ പ്രസംഗിക്കുവാൻ ഉപയോഗിക്കുന്നത് പഴയ നിയമ തിരുവെഴുത്താണ്. ആ പഴയ നിയമ തിരുവെഴുത്തിൽ നിന്ന്, അഥവാ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ചുരുളുകൾ, ഇതും കൊണ്ടല്ല നടക്കുന്നത്. പക്ഷെ ആ ചുരുളുകളിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ വളരെ ആഴമായി പഠിച്ച ഒരു പണ്ഡിതന്, വേദ പണ്ഡിതനാണ് പൗലോസ്. അതുകൊണ്ട് താൻ ചെന്ന ഇടങ്ങളിലൊക്കെ ഈ തിരുവെഴുത്തുകൾ ആധാരമാക്കി യേശു ക്രിസ്തു ആണ് സാക്ഷാൽ മശിഹ എന്നും, ആ മശിഹയാണ് മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശീകരിക്കപ്പെട്ടതെന്നും പുനരുത്ഥാനം ചെയ്തതെന്നും സമർപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതായിരുന്നു അവരുടെ പ്രസംഗ വിഷയം. വേറെ ഒന്നും അവർ പറഞ്ഞില്ല. പ്രൈസലോ, അവരവിടെ പോയി ഹീലിംഗ് ക്രൂസൈഡ് നടത്തുക, അതെ, നമ്മളെ ഇന്ന് കാണുന്നത് പോലെയുള്ളതായ ബ്രേക്ക് ത്രൂ മിനിസ്ട്രി ഒന്നും അവരവിടെ ചെയ്തുകൊണ്ടിരുന്നില്ല. അതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അവർ ചെയ്ത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. നിങ്ങൾ വായിച്ച ഭാഗത്ത് 3 പ്രയോഗങ്ങൾ നിങ്ങൾ കാണുവാൻ കഴിയും. ഒന്ന്, യേശു ക്രിസ്തു എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ എഴുതണം. തിരുവെഴുത്തുകളെ ആധാരമാക്കി അവൻ ചർച്ച ചെയ്തപ്പോൾ 3 പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവരോട് വാദിച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ തമ്മിൽ തർക്കിക്കുകയല്ല. പ്രസ്തുത നമ്മൾ ഓർക്കണം, ആ വിഷയത്തെ കുറിച്ച് സംവാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിഷയം പ്രൂവ് ചെയ്യുവാൻ അവരോട് ഇരുന്ന് വളരെ ശാന്തമായ നിലയിൽ സംവാദിക്കുന്നതിനാണ് അവരോട് വാദിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് തിരുവെഴുത്തുകളെ വിവരിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കണം. തിരുവെഴുത്തുകളെ വിവരിച്ചുകൊണ്ടിരുന്നു, അഥവാ അതിന് വിശദീകരണം നടത്തിക്കൊണ്ടിരുന്നു. മൂന്നാമത് എഴുതിയിരിക്കുന്നത് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളിൽ പറയപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു.
ഈ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ 3 ആഴ്ച ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് അവരോട് വാദിച്ചുകൊണ്ട്, 2 വിവരിച്ചു കൊടുത്തുകൊണ്ട്, 3 അത് തെളിയിച്ചു കൊടുത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചുമ്മാ അവിടെ പോയി അങ്ങ് നിന്ന് പ്രസംഗിക്കുകയല്ല, അവിടെയുള്ള രോഗികളെ ഒക്കെ സൗഖ്യമാക്കുകയല്ല. പിന്നെയോ 3 ആഴ്ച പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. തെളിയിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഒരു ഭാഗം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരണം. എത്യോപ്യക്കാരനായ ഷണ്ണൻ ഫിലിപ്പോസിനോട് ഒരു കാര്യം പറഞ്ഞു. ഒരുത്തൻ തിരുവെഴുത്തുകളെ തെളിയിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ സമ്പാദിക്കുക, തെളിയിച്ചു കൊടുക്കുക, അതിനെ വിശകലനം ചെയ്തു കൊടുക്കുക, വ്യാഖ്യാനിച്ചു കൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ശരിയായ നിലയിൽ ഒരു ബൈബിൾ സ്റ്റഡിയാണ് അവിടെ നടക്കുന്നത്. അതിന് സ്തോത്രം. അപ്പോൾ ഒരു സ്ഥലം എത്തിയാൽ ദൈവവചനം കറക്റ്റായിട്ട് അവരെ പഠിപ്പിക്കുകയാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. വചനം പഠിപ്പിക്കുക. അങ്ങനെ പൗലോസ് വചനം പഠിപ്പിച്ച ഒരു സ്ഥലമാണ് തെസ്സലോനിക്ക. പ്രൈസ് ദി ലോർഡ്. ആ തെസ്സലോനിക്കയിൽ താമസിക്കുമ്പോൾ അവിടെ ആദ്യം വിശ്വാസികളൊന്നുമില്ല. തനിക്കവിടെ ആഹാരത്തിന്റെ കാര്യങ്ങൾക്ക് നടക്കണം. ഇത് മക്കദോനിയയിലെ സഭ അറിഞ്ഞിട്ട് ഫിലിപ്പിയിലെ സഹോദരന്മാർ തന്നെ സഹായിച്ചു എന്നാണ് നമ്മൾ മുമ്പ് വായിച്ചത്. ദൈവം അതിനുവേണ്ടി വഴി തുറന്നു കൊടുത്തു. അവർ തിരുവെഴുത്തുകളെ ശ്രവിക്കയിൽ യവനന്മാരിൽ ഒരു കൂട്ടം ആളുകൾ, മാന്യ സ്ത്രീകളിൽ അനേകരും കർത്താവിൽ വിശ്വസിച്ചു. അങ്ങനെ നമ്മൾ അവിടെ വായിക്കുന്നു. യവനന്മാരിൽ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരിൽ ഒരു കൂട്ടരും, മാന്യ സ്ത്രീകളും അനേകരും കർത്താവിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രമാണികൾ അസൂയ പൂണ്ടു. അവർ മിനക്കെട്ട് നടക്കുന്നവരെ കൂട്ടി ഇവരോട് എതിർത്തു. എവിടെ നടക്കുന്ന ഒരു രീതി ഇതാണ്. ഈ മെനക്കെട്ട് നടക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അവരെ വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് വന്ന ഇവരെ കല്ലു പറിച്ചെറിയണമെന്ന് പറഞ്ഞാൽ കല്ലു പറിച്ചെറിയും. അത് മെനക്കെട്ട് നടക്കുന്നവരാണ്. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ പലയിടത്തും ഈ പരസ്യവും നടത്തിയിട്ടുണ്ട്. പരസ്യവും നടത്തുമ്പോൾ മാന്യന്മാരായ ഒരു ആളുകളും അവിടെ വന്ന് അതിനെ എതിർക്കുകയില്ല. ചുമ്മാ അവിടെ കടത്തണ്ണയിലിരിക്കുന്നവരും അവിടെ കലിങ്ക പോയിരിക്കുന്നവരും ഇവരൊക്കെയാണ് ഈ വഴക്കുണ്ടാക്കുന്നത്. അവരോട് ചോദിച്ചാൽ അവർക്ക് ഹിന്ദുസിസം അറിയത്തില്ല, ക്രിസ്ത്യാനിറ്റിയും അറിയത്തില്ല, വേദപുസ്തകവും അറിയത്തില്ല. പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഒരു രസം അല്ല, വേറൊന്നുമല്ല. ഇതുപോലെയാണ് പൗലോസ് അവിടെ പ്രസംഗിച്ചപ്പോൾ മെനക്കെട്ട് നടക്കുന്ന കുറെ ചെറുപ്പക്കാർ വന്ന് ബഹളമുണ്ടാക്കി. പൗലോസിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരുവന്റെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യായോസ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു എന്ന് പറഞ്ഞാൽ ഉപരോധിച്ചെന്നല്ലാണ് ഇന്നത്തെ അതിന്റെ ഭാഷ. വീട് ഉപരോധിക്കുക, എല്ലാരും കൂടെ വന്ന് വട്ടം വളഞ്ഞു. ഒടുവിൽ പൗലോസിനെ അവിടുന്ന് അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ ഇറക്കി വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അവിടെ വലിയ സ്വീകാര്യമൊന്നും ലഭിച്ചില്ല. പൗലോസിനെ അവിടുന്ന് ഇറക്കി വിട്ടു. പൗലോസ് അവിടുന്ന് നേരെ പോയത് ബെരോബയിലേക്കാണ്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞ് കോരിന്തിലിരിക്കുമ്പോൾ ഈ തെസ്സലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതുന്നു. തെസ്സലോനിക്ക ലേഖനം എന്തിനാ എഴുതിയത്, എങ്ങനെയാ എഴുതിയത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. തെസ്സലോനിക്കയിലായിരിക്കുമ്പോൾ പൗലോസ് ഈ ലേഖനം ഇവർക്ക് എഴുതുന്നു, തെസ്സലോനിക്ക ലേഖനം. കാരണം ഇവരെ പഠിപ്പിച്ചതാണ്, ഇവരോട് സംവാദം ചെയ്തതാണ്, ഇവരോട് സംസാരിച്ചതാണ്. അവർ ചിലർ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. എന്നാൽ പൗലോസ് തെസ്സലോനിക്കയിൽ നിന്ന് പോയതിനു ശേഷം പൗലോസ് പറയുന്നു, നിങ്ങൾ
1 തെസ്സലോനി 2-ാം അധ്യായത്തില് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ ഒരു പ്രത്യേകത പൗലോസ് പറയുന്നുണ്ട്. താൻ പിന്നീട് പല പ്രാവശ്യം ആഗ്രഹിച്ചു ഇവരെ വന്നൊന്ന് കാണണമെന്ന്. എന്ത് സംഭവിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ തെസ്സലോനിക്ക ലേഖനത്തിലെ 1 തെസ്സലോനി 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? പൗലോസ് സ്ഥാപിച്ച ഒരു സഭ, പൗലോസ് പഠിപ്പിച്ച വിശ്വാസികൾ, പിന്നെ ലേഖനം എഴുതുമ്പം പറയാണ്, സഹോദരന്മാരെ എനിക്ക് നിങ്ങളുടെ മുഖം കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ അവിടെ വരാൻ വളരെ ആഗ്രഹിച്ചു. പക്ഷേ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. 2 പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു വീണ്ടും തെസ്സലോനിക്കയിൽ നിന്ന് വരണം. കോരിന്തിൽ പോയിരുന്നുകൊണ്ട് എഴുതുകയാണ്. അതിനടുത്തൊരു പ്രദേശമാണ് കോരിന്ത്യൻ. അങ്ങ് തെക്കോട്ട് പോകുന്നിടത്ത് ഒരു ദ്വീപാണ് കോരിന്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നെ പഠിക്കാം. അവിടെ പോയിരുന്നുകൊണ്ട് ഈ ലേഖനം എഴുതുകയാണ്, നിങ്ങളെ വന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ സാത്താൻ തടഞ്ഞു. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ഇന്ന് വചനം പഠിക്കുന്ന ദൈവമക്കളൊന്ന് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുന്നു. അതിനെക്കുറിച്ചുള്ള വലിയ വ്യാഖ്യാനമൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുന്നു. വാസ്തവത്തിൽ ഒരു വലിയ ദൈവദാസൻ, ഒരു കൃപാവരമുള്ള ഒരു ദൈവദാസൻ, ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ, ഇങ്ങനെയുള്ള അന്ധകാര ശക്തിയുടെ മേൽ ദൈവമെടുത്ത് ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും അതിനെ ശാസിച്ച് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ ഈ തെസ്സലോനിക്കരുടെ അടുക്കൽ പോകാൻ 2 വട്ടം ആഗ്രഹിച്ചിട്ടും തന്നെ തടഞ്ഞു കളഞ്ഞു എന്ന വായിക്കും. എന്തോ ദൈവത്തിന് ഓരോന്നിനും പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ വഴി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവരിൽ ഉണ്ടായ ഒരു സംശയം നിവാരണമാണ് 1-ാമത്തെ ലേഖനം. അത് തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ അവിടേക്ക് പോകുന്നില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും ദൈവം അനുവദിച്ചാൽ നമുക്ക് പഠിക്കാം. 2-ാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. അത് 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ നിന്ന് പൗലോസ് തെസ്സലോനിക്കയിൽ നിന്ന് ഏതാണ്ട് 45 മൈൽ തെക്കോട്ട് യാത്ര ചെയ്തു. ആ തെക്കോട്ട് യാത്ര ചെയ്ത് ഒരു മലൻ പ്രദേശമാണത്. ആ സ്ഥലത്ത് താൻ എത്തി. ആ സ്ഥലത്തിന്റെ പേര് ബെരോവ എന്നാണ്. ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് വെർറിയ എന്നാണ്. വെർറിയ, VERRIA, വെർറിയ എന്നാണ് ഇന്ന് അറിയുന്നത്. ബെരോവ ഇന്നവിടെ ഇല്ല. വെർറിയ എന്നാണ് അറിയപ്പെടുന്നത്. ബെരോവയിൽ ചെന്ന് വചനം സംസാരിച്ചു. അവർക്കൊരു പ്രത്യേകത 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അവർ അവർ വചനം പൂർണ്ണ ജാഗ്രതയോട് കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി എഴുത്തുകളെ പരിശോധിച്ചു പോന്നു. നമുക്ക് 3 കാര്യം ഈ സ്ഥലത്തുള്ള ദൈവമക്കളെ സംബന്ധിച്ച് മനസ്സിലാക്കണം. പൗലോസ് അവിടെ ചെന്ന് ദൈവവചനം സംസാരിച്ചു. 3 കാര്യം ശ്രദ്ധിക്കണം എല്ലാവരും. 1, അവർ ഉത്തമന്മാരായിരുന്നു. അഥവാ സ്വഭാവ വൈശിഷ്ട്യമുള്ളവരായിരുന്നു. മുൻവിധിയില്ലാത്തവർ, ഒരു തുറന്ന മനസ്സോട് വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. ഒരു വിശാല മനസ്സോട് മുൻവിധി കൂടാതെ ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹമുള്ള ഉത്തമന്മാരായ ആളുകളായിരുന്നു. 2, വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളുന്നവർ, അല്ലെങ്കിൽ സന്തോഷത്തോടെ വചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. 2-ാമത്തെ കാര്യം അതാണ്. സന്തോഷത്തോട് ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരായി. 3-ാമത്തെ കാര്യം, വചനം അങ്ങനെ തന്നെയോ എന്ന്
ദിനം പ്രതി പരിശോധിക്കുന്നവരായിരുന്നു. കേട്ടേച്ചു പോവുകയല്ല, വചനം ദിനം പ്രതി അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്നവരായിരുന്നു. അപ്പൊ ഈ 3 കാര്യം ബെരോവയിലെ വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അവർ ഉത്തമന്മാരായിരുന്നു, അഥവാ ഓപ്പൺ മൈൻഡ് ആയിരുന്നു. കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, മുൻവിധി ഇല്ലാതെ കേൾക്കുന്നവരായിരുന്നു. 2, വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളുന്നവർ, അല്ലെങ്കിൽ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ. നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷന്റെ സിമ്പിൾ ട്രാൻസ്ലേഷനാണ് ഞാൻ പറയുന്നത്. അവർ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നവരായിരുന്നു. 3, വചനം അങ്ങനെ തന്നെയോ അഥവാ കേട്ട ശേഷം ഭവനത്തിൽ പോയി തിരുവെഴുത്തുകൾ വീണ്ടും പരിശോധിച്ച് പഠിക്കുന്നവരായിരുന്നു. 4, അവർ സത്യാന്വേഷികളായിരുന്നു, അഥവാ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ തെസ്സലോനിക്കയെ സംബന്ധിച്ചത്? അവർ പ്രസംഗിച്ചവരെ പീഡിപ്പിക്കുന്നവരായിരുന്നു. മെനക്കെട്ട് നടക്കുന്നവരെ കൂട്ടി അവരെ ഉപദ്രവിക്കുന്നവരായി മാറി. അതാണ് അവിടെ നടന്നത്. എന്നാൽ ഇവിടെ നടന്നതല്ല. വചനം കേൾക്കുകയും ഗ്രഹിക്കുകയും ഗ്രഹിച്ചുപോയെന്ന് ചിന്തിക്കുകയും വീട്ടിൽ പോയി അക്കാര്യം ചിന്തിക്കുകയും പിന്നീട് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പറ്റം സത്യാന്വേഷികളെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ബെരോവയിലെ മാന്യരായ അനേകം യവന സ്ത്രീകളും പുരുഷന്മാരിൽ അനേകരും കർത്താവിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം വിതച്ച ശേഷം ഒരു വലിയ കൊയ്ത്തവിടെ നടക്കുവാൻ ദൈവം സഹായിച്ചു. ഒരു വലിയ കൂട്ടം ആളുകൾ അവരെ വിശ്വസിപ്പാൻ ഇടയായി തീർന്നു. ഇത് ഏറ്റവും ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ. നമുക്കൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാം. തെസ്സലോനിക്കയിൽ നടന്നത് എന്താണ്? ബെരോവയിൽ നടന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്ക ലേഖനം പിന്നെ എഴുതുമ്പോൾ പൗലോസ് എങ്ങനെയാ അത് പ്രതികരിച്ചത്? പൗലോസ് അവിടെ പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കാര്യം നമ്മൾ പഠിച്ചു. രണ്ടാമത് പൗലോസ് പോയത് ബെരോവയിലേക്കാണ്. ബെരോവയിൽ ചെന്ന് ദൈവവചനം സംസാരിച്ചു. അതിന്റെ 14 15 വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. വായിച്ചാണ്. ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു. സീലാസും തീമത്യോസും അവിടെ തന്നെ പാർത്തു. പൗലോസിനോട് കൂടെ വഴിത്തുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി. സീലാസും തീമത്യോസും കഴിയുന്ന വേഗത്തിൽ തന്റെ അടുക്കൽ വരണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു. സീലാസും തീമത്യോസിനെയും ബെരോവയിലാക്കിയ ശേഷം പൗലോസിനെ അവിടെയുള്ള സഹോദരന്മാർ അവിടെ നിന്ന് കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. ഇത് നടക്കാനുള്ള കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. കുറെ യഹൂദന്മാർ അവിടെ വന്ന് പൗലോസിനെ എതിർത്തു എന്നുള്ളതാണ്. എവിടുന്നുള്ള ആൾക്കാരാ വന്നത്? തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന പുരുഷാരത്തെ ഇടക്കി ശ്രമിപ്പിച്ചു. അപ്പം തെസ്സലോനിക്കയിൽ ഉള്ളവർക്ക് നമ്മൾ നേരത്തെ ഒരു പേര് കൊടുത്തു. വചനത്തെ എതിർക്കുന്നവരാണ്. പൗലോസ് അവിടെ ആയിരുന്നപ്പം തന്നെ അവർ വചനത്തെ എതിർക്കുന്നവരാണ്. പൗലോസ് അവിടെ പോയതിനു ശേഷം ബെരോവയിൽ എത്തി ദൈവവചനം സംസാരിക്കുമ്പോൾ തെസ്സലോനിക്കയിൽ നിന്ന് ചില ആളുകൾ ബെരോവയിൽ വന്ന് പൗലോസിനെ എതിർത്തു. അവിടെ വെച്ച് പൗലോസിനെ എതിർത്തപ്പോൾ പൗലോസ് അവിടുന്ന് പോകാൻ കാരണം നിശ്ചയമായിട്ടും അവിടിട്ട് പൗലോസിനെ ഒടുക്കിക്കളയുവാൻ അവർ ശ്രമിച്ചതാണ്. ഏതെങ്കിലും വിധത്തിൽ പൗലോസിനെ തല്ലി ശരിയാക്കണമെന്നുള്ള ചിന്തയിലാണ് അവരവിടെ വന്നത്. സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെ അവിടുന്ന് സമുദ്രതീരത്തിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് കൂട്ടിക്കൊണ്ട് അഥേനയിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഏറിയ ചിന്ത ഇങ്ങനെയാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. അവർ പൗലോസിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി.
ഇത് ഏറ്റവും ആവശ്യമായ ഒരു ദൈവദാസന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സഭയായി, ഒരു ദൈവമക്കളായി നമുക്ക് ബെരോബയിലുള്ളവരെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും തലത്തിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ രാവിലെ ഇവിടെ ഇരുന്നപ്പോൾ കേരളത്തിൽ നടന്ന ഒരു സംഭവം ഞാനിങ്ങനെ ഓർത്ത് ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് നമ്മുടെ നാട്ടില് വളരെ ശക്തിയോടെ ദൈവവചനം സംസാരിച്ച ഒരു ദൈവദാസനായിരുന്നു ആചാര്യോപദേശി എന്ന് പറയുന്ന വ്യക്തി. വളരെ ശക്തിയോടെ ദൈവവചനം സംസാരിച്ചു. കീഴായ്പൂരിനടുത്ത് നാരകത്താനി എന്ന് പറയുന്ന സ്ഥലത്ത്, എന്റെ ഉപദേശം ശരിയാണെങ്കിൽ 67 68 കീടിയമലയിലെ ഏബ്രഹാം എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നു. ദൈവം മരിച്ചുപോയി. ഒരു കൺവെൻഷൻ ക്രമീകരിച്ചു. ഒരു രാത്രി കൺവെൻഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ രാത്രി ആയപ്പോഴേക്ക് വളരെ ബഹളമായി. ഞാൻ ആ കൺവെൻഷനിലുണ്ട്. വളരെ ബഹളമായി. അദ്ദേഹത്തെ അവിടെ വെച്ച് അടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. പക്ഷെ ശരിയായ നിലയിൽ അദ്ദേഹത്തെ അവർക്ക് അടിക്കാൻ ഒട്ടില്ല. ഒരു നിലയിൽ രാത്രിയിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അതിന് അടിവശത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. കീഴായ്പൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരെ വിളിച്ചുകൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി അദ്ദേഹത്തെ എരുവേരിക്കടുത്തുള്ള ഒരു വീട്ടിൽ, ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന ജോർജ് പാസ്റ്റർ എന്ന് പറയും, നമ്മുടെ AC ജോർജ് പാസ്റ്ററുടെ, അന്ന് അദ്ദേഹം ചെറുപ്പക്കാരനാണ്, ആ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. വളരെയധികം അദ്ദേഹത്തെ ഉപദ്രവിക്കുവാൻ അനേകർ വട്ടം കൂടി നടന്നു. രസകരമായ ഒരു സംഭവമുണ്ട്. ആ വീടിന്റെ മുറ്റത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു കുറുവടിയുമായിട്ട് വന്ന് എന്നോട് ചോദിച്ചു, ആചാര്യോപദേശം. ഞാൻ ഇങ്ങനെ മുണ്ട് മടക്കി കുത്തി അവിടെ നിൽക്കുക നാടൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ആചാര്യോപദേശിയെ കണ്ടോന്ന് ചോദിച്ചു. രാത്രി 10 മണി കഴിഞ്ഞു, 10:30 മണി കഴിഞ്ഞു. അദ്ദേഹം ആ വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനും അദ്ദേഹത്തെ തിരക്കി നടക്കാന്ന് പറഞ്ഞു. ആചാര്യോപദേശിയെ കണ്ടോ? ഞാൻ പറഞ്ഞു, ഞാനും അദ്ദേഹത്തെ തിരക്കി നടക്കാന്ന് പറഞ്ഞു. ശരിയല്ലേ, ഞാനും അദ്ദേഹത്തെ തിരക്കി നടക്കുക. ഇവിടെ അന്ന് എനിക്കും അതുകൊണ്ട് അവരുടെ പാർട്ടിക്കാരനാന്ന് വിചാരിച്ചാൽ അവരാന്ന് പോയി. ഏതായാലും ദൈവമക്കളെ, ഒരു ദൈവദാസനെ സഹായിക്കുന്നതും പീഡയിൽ സംരക്ഷിക്കുന്നതും ഒക്കെ ദൈവവേലയുടെ ഒരു ഭാഗമാണ്. കർത്താവിന് സ്തോത്രം. അന്ന് രാത്രിയില് ആ കർത്താവിന്റെ ദാസനെയും അതുപോലെ കൊല്ലൻ എന്ന് പറയും, തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആ നിന്ന് രക്ഷിക്കാൻ വന്ന ആ സഹോദരനെയും, ഒരു സഹോദരി, സോസാമ സഹോദരി എന്ന് ഞങ്ങൾ പറയും, വളരെ ശക്തിയോടെ സോസാമ സന്യാസി എന്നാണ് എല്ലാവരും പറയുന്നത്, ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഇവരെ എല്ലാം കൂടെ ഒരു കാറിൽ കയറ്റി അവിടുന്ന് പേരുപേരിൽ എത്തിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സംഭവമാണ് ഇവിടെ ബെരോബയിൽ നടക്കുന്നത്. പൗലോസിനെ കയ്യേറ്റം ചെയ്യുവാൻ തെസ്സലോനിക്കയിൽ വന്ന ആളുകൾ പരിശ്രമിക്കുമ്പോൾ തീമത്യോസിനെയും സീലാസിനെയും അവിടെ ആക്കിയ ശേഷം സഹോദരന്മാർ അതേ പൗലോസിനെ കടൽ തീരത്തിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പൗലോസ് നടന്ന് അതേ അഥേനയിൽ എത്തിച്ചേർന്നു എന്ന് നമ്മൾ വായിക്കും. ഈ അഥേനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അഥേനയിൽ ചെന്ന് പൗലോസ് അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് അഥേനയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 16-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെയാണ്. അഥേനയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇന്ന് പകൽക്കാലം നിർത്തട്ടെ. അഥേന ഗ്രീക്കുകാരുടെ ഒരു പ്രധാന സ്ഥലമാണ്. വലിയ ഫിലോസഫേഴ്സ് ഒക്കെ ഉള്ള ഒരു വലിയ സ്ഥലമാണ് അഥേന എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കണം. അതായത് പെരിക്ലീസ്, സോക്രട്ടീസ്, ഡമസ്തീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ
ഇങ്ങനെ പേര് കേട്ട തത്വജ്ഞാനികൾ, ശ്രേഷ്ഠന്മാർ, വലിയ ഫിലോസഫേഴ്സ് ഉള്ളതായ ഒരു സ്ഥലമാണ് അഥേന. ഈ അഥേനയെ സംബന്ധിച്ച് എഴുത്തുകാർ പറയുന്നത്, നിങ്ങൾ പുറത്തിറങ്ങി അതിൽ നടന്നാൽ ഒരു മനുഷ്യനെ കാണുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേഗം ഒരു വിഗ്രഹം കാണാൻ കഴിയുമെന്ന്. കാരണം അവിടെ എല്ലാം വിഗ്രഹങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ സ്ട്രീറ്റിൽ അവിടെ എല്ലാം വിഗ്രഹങ്ങൾ കല്ലുകൊണ്ട് നാട്ടി വെച്ചിരിക്കുകയാണ്. പൗലോസ് അതുവഴി എല്ലാം നടന്നു. പൗലോസ് ഉച്ചയാകുന്ന സമയം വരെ അതിലെല്ലാം നടന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത് തന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. തന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ സുവിശേഷത്തിന്റെ ആത്മാവ് തന്റെ മനസ്സിൽ അങ്ങനെ തീഞ്ഞാളം പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഇവരോട് എന്താ പറയേണ്ടത്? എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം വിഗ്രഹങ്ങൾ മാത്രം. ഏത് സ്ട്രീറ്റിൽ കൂടെ പോയാലും വിഗ്രഹങ്ങൾ. എന്നാൽ അവർ ഫിലോസഫേഴ്സാണ്, വലിയ തത്വജ്ഞാനികളാണ്, ഗ്രേക്ക് പണ്ഡിതന്മാരാണ്. ഗ്രേക്കരുടെ ഇടയിൽ അന്ന് നിലവിലിരുന്നതാണ് നോട്ടിസിസം എന്ന് പറയുന്ന വലിയ തത്വസംഹിത. അതായത് ജ്ഞാനമതം എന്ന് പറയും. അവർ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞങ്ങളാണ് വലിയ ജ്ഞാനികൾ, ഞങ്ങൾക്കാണ് ജ്ഞാനം അറിയാൻ ഉള്ളത്, ഞങ്ങൾക്കാണ് ഡീപ്പ് നോളജ് ഉള്ളത് എന്ന് പറയുന്നവരാണ്. ആ സമയത്ത് എല്ലാം കണ്ടിട്ട് ഒരു ചന്തസ്ഥലത്ത് കയറിക്കൊണ്ട് പൗലോസ് പറഞ്ഞു, അഥേന നിവാസികളെ, നിങ്ങൾ അതിഭക്തന്മാരാണ്. ഞാനിവിടെ എല്ലാം ചുറ്റി നടന്നു. അവിടെ എല്ലാം അനേക ദൈവങ്ങളെ നിങ്ങൾ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ അതിൽ ഒരു കല്ലിന്റെ ചുവട്ടിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഒരു എഴുത്ത് വായിച്ചു. അജ്ഞാത ദേവൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ട് ഞാൻ ആ ദേവനെ കുറിച്ച് പറയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അൺനോൺ ഗോഡ് എന്ന ഒരു എഴുത്ത് ഞാൻ കണ്ടു. ഞാൻ ആ ദൈവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ അവർക്ക് കേൾക്കുവാൻ സന്തോഷം തോന്നി. അവരിങ്ങനെ പറഞ്ഞു, ഈ വീടുവായൻ എന്നാ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഈ ഫിലോസഫി അറിയാൻ വയ്യാത്തവൻ, തത്വജ്ഞാനം അറിയാൻ വയ്യാത്തവൻ, നോട്ടീസും അറിയാൻ വയ്യാത്തവൻ, ഇവൻ എന്ത് പറയാൻ പോകുന്നെന്ന്, അതിനാണ് ഇവന് അത് പുലമ്പാൻ പോവുകയല്ലോ ആണോ എന്നാണ് അവർ ചോദിച്ചതിന്റെ അർത്ഥം. പൗലോസിന് ഒരു വിലയും അവർ കൽപ്പിച്ചില്ല. എങ്കിലും പൗലോസ് അവിടെ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ ഇടയായി തീർന്നു. ദൈവം അവിടെ പൗലോസിനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അവരുടെ സിനഗോഗിൽ സംസാരിച്ചു, ദിനം പ്രതി ചന്തസ്ഥലത്ത് സംസാരിച്ചു, എപ്പിക്കൂര്യരും സ്തോയിക്കരുമായവരോട് സംസാരിച്ചു. ദൈവത്തിന്റെ വചനം അത് ശക്തിയോട് താൻ അവിടെ പ്രസംഗിച്ചു. ആ ഒടുവിൽ അരയോഗ കുന്നിൽ പൗലോസ് അവരുടെ എതിർവാദത്തിന് അതേ മറുപടി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കുക, ആ ശ്രേഷ്ഠനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് പകൽക്കാലം ഞാൻ അവിടെ നിർത്തുകയാണ്. ദൈവത്തിന് ഒരാളെ ഉപയോഗിക്കണമെങ്കിൽ ജ്ഞാനികളുടെ ഒന്നും ജ്ഞാനമല്ല, ജ്ഞാനികളുടെ ജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കും. ദൈവത്തിനൊരുത്തനെ ഉയർത്തണമെങ്കിൽ ദൈവം ഉയർത്തും. ദൈവത്തിനൊരുത്തനെ കരങ്ങളിൽ എടുക്കണമെങ്കിൽ ദൈവം കരങ്ങളിൽ എടുക്കും. പ്രൈസ് ദി ലോർഡ്. വിഗ്രഹങ്ങളുടെ നടുവിൽ, ജ്ഞാനികളുടെ നടുവിൽ ദൈവത്തിന്റെ ദാസനെ ദൈവം ഉയർത്തിയ വഴികളെ കുറിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പകൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നതുകൊണ്ട് ഞാൻ ലൈനിൽ നിന്ന് ഇറങ്ങുകയാണ്, എന്നോട് ക്ഷമിക്കണം. നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഇന്ന് പകൽക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ കാര്യങ്ങള്, ഓരോ വിഷയങ്ങള്, പൗലോസിന്റെ മിഷണറി യാത്രയിൽ സംഭവിച്ച അനേക വിധമാകുന്ന വിഷയങ്ങള്, താൻ നേരിട്ടതായ പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, പോരാട്ടങ്ങള്, ദൈവജനത്തിന് എതിരായി എല്ലാം പോകുമ്പോൾ അവിടെയെല്ലാം ശത്രു പ്രവർത്തിക്കുന്ന അവസ്ഥകളെ കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തല്ലോ. കാഴ്ചപ്പാടോടുകൂടി പുറപ്പെട്ട പൗലോസും ശീലാസും കൂടെയുള്ളവരും കൂടെ ഹാലേലൂയ നാം കേട്ടതുപോലെ ഹാലേലൂയ തെസ്സലോനിക്കയിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. ഹാലേലൂയ
ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ടല്ലോ, പുതിയ വാതിലുകൾ അവർക്ക് തുറക്കപ്പെട്ടതായിട്ട്, പുതിയ സ്ഥലങ്ങൾ തുറക്കപ്പെട്ടതായിട്ട്. ഫിലിപ്പിയിൽ വന്നപ്പോൾ ലൂദിയായുടെ ഹൃദയം തുറന്നു. അവിടെ വിചാരം ചെയ്ത യൗവനക്കാരത്തിയെ ദൈവം വിടുവിച്ചതായി നാം കാണുന്നുണ്ട്. അങ്ങനെ ജയിൽ ഗാർഡായിരുന്ന ആ വ്യക്തി മാനസാന്തരപ്പെട്ട് രാത്രിയിൽ തന്നെ ജ്ഞാനപ്പെടുവാനിടയായി. സ്തോത്രം. സഭയൊക്കെ ഉടലെടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യാത്ര ചെയ്തു വരുന്നിടത്ത് തന്നെ ഇവിടെയെല്ലാം ചെന്നിടത്തെല്ലാം തന്നെ ദാസന്മാർക്ക് പ്രതികൂലങ്ങളാണ്. എവിടെ സുവിശേഷം അറിയിക്കുന്നു അവിടെ എല്ലാ കാലത്തും പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആത്മാക്കൾ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ ശത്രു ശക്തിയോടെ എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സാഹചര്യത്തിലെല്ലാം ദൈവം തന്റെ ജനത്തെ വിടുവിക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ എത്ര കഷ്ടതയോ പ്രതികൂലങ്ങളോ പോരാട്ടങ്ങളോ ഉപദ്രവമോ ഉണ്ടായാലും ആ സാഹചര്യത്തിൽ നിന്നെല്ലാം വിടുവിപ്പാൻ കർത്താവ് അതത് സമയത്ത് ഓരോ വ്യക്തികളെ, ഓരോ കുടുംബങ്ങളെ, ജീവിതങ്ങളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മെ സഹായിപ്പാൻ, ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ വിഷയത്തിന്മേൽ നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുകയോ സഹകരിക്കുകയോ ചെയ്യുവാനൊക്കെയും കർത്താവ് ഓരോ സമയങ്ങളിലായിട്ട് കർത്താവ് ഒരുക്കുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സുവിശേഷം അറിയിച്ച് പരിജ്ഞാനത്താൽ നിറഞ്ഞവൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗമാലിയേലിന്റെ കാൽ കീഴെയിരുന്നു പഠിച്ച് ന്യായപ്രമാണം മുഴുവനും ഹല്ലേലൂയ അരച്ചു കുടിച്ച് നന്നായി അറിയാവുന്ന വ്യക്തിയെ ദൈവം രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ശക്തമായി ഉപയോഗിച്ചു. ഹല്ലേലൂയ. താൻ ദൈവജനത്തെ ഉപദ്രവിച്ചെങ്കിൽ ഈ സമയത്ത് താൻ ഉപദ്രവിക്കപ്പെടുകയാണ്. അതെല്ലാം കർത്താവിന് വേണ്ടി സഹിച്ചുകൊണ്ട് ഹല്ലേലൂയ മുടങ്ങാതെ താൻ കടന്നു പോകുന്ന യാത്ര ഇതെല്ലാം പ്രതികൂലങ്ങൾ. ഹല്ലേലൂയ. താൻ സ്നേഹിച്ച തന്റെ ജനറേഷനിൽ തന്നെ ഹല്ലേലൂയ യഹൂദന്മാര് തന്നെയാണ് തനിക്ക് പ്രതികൂലമായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ വീട്ടുകാരെന്ന് പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിലും പ്രതികൂലമായി കടന്നു വന്നത് മറ്റാരുമല്ല, സ്വന്തം ജനം മാത്രമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കടന്നുപോയിരുന്നിടത്ത് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ 3 സ്ഥലങ്ങളിലേക്ക് കടന്നുപോയ സാഹചര്യങ്ങളെ കുറിച്ച്. തെസ്സലോനിക്ക, ബെരോവയ, ആഥൻസ്, അഥേന. ഹല്ലേലൂയ. 3 വിധത്തിലുള്ള ജനത്തിന്റെ അവസ്ഥകളെ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എതിർക്കുന്ന ഒരു കൂട്ടര്, ഹല്ലേലൂയ ദൈവവചനം സ്വീകരിക്കുന്ന ഒരു കൂട്ടര്, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതിനെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, ദൈവവചനത്തെ നിന്ദിക്കുന്ന ഒരു കൂട്ടര്. അത് എന്നും എല്ലാ കാലത്തും എവിടെയും കാണുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ, പരിശുദ്ധാത്മാവ് സ്നാനം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കാത്തിരുന്നവരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഭക്തന്മാരായ ചിലർ ചിന്തിച്ചോടാ, ഇതെന്തതാ, ഇവര് ദൈവിക മർമ്മങ്ങളെയാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ചിലര് പറഞ്ഞു ഇവര് മദ്യപിച്ചതാ, വീഞ്ഞു കുടിച്ച് ഇരിക്കുന്നതാ. പരിഹസിക്കുന്ന കുറേ പേരുണ്ട്. ഭക്തിയോടെ ദൈവജനത്തെ എന്താണ് ശ്രദ്ധിക്കുന്നവരുണ്ട്. എന്നാൽ വേറൊരു കൂട്ടര് പറഞ്ഞു, ഹല്ലേലൂയ, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുവാൻ എന്ത് ചെയ്യണം? ദൈവവചനം കേട്ടതിന് രൂപാന്തരം വരുത്തുന്ന, ദൈവത്തിന് സ്തോത്രം, മാനസാന്തരം ഉണ്ടാകുന്ന, ഹൃദയത്തിന് വ്യത്യാസം വരുത്തുന്ന, ദൈവവചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു. അത് കേൾക്കുന്നവരുണ്ട്. ഇന്നും അത് തന്നെയാണ് നാം കാണുന്നത്. എത്ര സുവിശേഷം കേട്ടാലും, എത്ര ദൈവവചനം കേട്ടാലും, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു, ഹല്ലേലൂയ, അവൻ രണ്ടാമത് വരുമെന്ന് എത്രയെല്ലാം വിളിച്ചു പറഞ്ഞാലും അതിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവരുണ്ട്. അതിനെ എതിർക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബെരോവയിലുള്ളവര് തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവവചനം അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുന്നവർ, അത് വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നവരായിരുന്നു. വചനത്തെ എക്സാമിൻ ചെയ്യുന്നവരായിരുന്നു. മാന്യതയുള്ളവരായിരുന്നു അവര്. ദൈവത്തിന് സത്യത്തെ അന്വേഷിക്കുവാനുള്ള പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ നാം ഒരു കാലങ്ങളില് ഹല്ലേലൂയ അതുപോലെ ഉള്ളവരായി തീരണ്ട. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവവചനം കേട്ടിട്ട് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുവാൻ, ദൈവവചനം അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെയും ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ വേണ്ടി, ഇത് പഠിപ്പിക്കുമ്പോൾ ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് അനുസരിച്ച് കേട്ടനുസരിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരായി തീരുമാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെയും
കുഞ്ഞുങ്ങളെയും കൊച്ചുകുഞ്ഞുങ്ങളെയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കടന്നു പോകുന്ന യാത്രയിലൊക്കെ കർത്താവ് കൂടെ ഇരുന്ന് സഹായിക്കട്ടെ. പിന്നെയും കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന നമുക്ക് പറഞ്ഞു തരുവാൻ കർത്താവിന്റെ ദാസനെ ശക്തമായി പിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകാലത്തും ദൈവജനത്തിനെതിരായി, സുവിശേഷത്തിനെതിരായി പ്രവർത്തിക്കുന്ന, എതിരായി നിൽക്കുന്ന ഒരു കൂട്ടം ലോകത്തിലെന്നുമുണ്ട്. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തി നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും എന്ന് പറഞ്ഞതുപോലെ നാം കാണപ്പെടാത്ത ഒരു അന്ധകാര ശക്തി ജനത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച് ദൈവജനത്തിനെതിരായി, സുവിശേഷത്തിനെതിരായി ഇന്നും അന്നും ഹല്ലേലൂയ ശക്തിയോടെ പോരാടുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തിയുള്ളവനായ കർത്താവേ, നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ പകൽക്കാലം ഞങ്ങളെ പിന്നെയും ധൈര്യപ്പെടുത്തിയ ദൈവിക വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവശക്തി, ദൈവവചനം അതുപോലെ സ്വീകരിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ കർത്താവേ. ഹല്ലേലൂയ. തുതിയാട് ഹൃദയത്തെ തുറന്നതുപോലെ ദൈവവചനം കേൾക്കുമ്പോൾ അത് നാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരായി തീരുവാൻ, അതനുസരിച്ച് അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കർത്താവേ, അത് കർത്താവേ നിന്റെ നാമത്തിന് മാത്രം മഹത്തരമായി തീരുവാൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു കേൾക്കത്തക്കവണ്ണം ദൈവത്തിന്റെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ രോഗങ്ങളും നമ്മുടെ വെക്കണമേ. ആരോഗ്യം ദൈവം നൽകി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടന്നാത്രം തുടർന്ന് കർത്താവെ പ്രാർത്ഥന ലേടിയ കർത്താവിന്റെ ദാസിയെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ ദൈവകൃപയോടെ ആരാധിക്കുമ്പോൾ ബന്ധനങ്ങൾ അയ്യുവാൻ, ശത്രുവിന്റെ കെട്ടുകൾ പറിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയേറിയ ഇടപെടൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുവാൻ കർത്താവെ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കടന്നാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ലൈനിലുണ്ടോ? ഉണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയപ്പ, നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഈ വലിയ സമയത്തിനാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഹല്ലേലൂയ ദൈവത്തിനൊരുത്തനെ ഞാൻ ഉയർത്തണമെങ്കിൽ ദൈവത്തിന് സാധിക്കും. ഏത് സമയമായാലും, ഏത് പ്രതികൂലങ്ങൾ ജീവിതത്തിൽ നടന്നാലും ഹല്ലേലൂയ പോലെ ഹല്ലേലൂയ സത്യ അന്വേഷികളായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ഹല്ലേലൂയ ദൈവദാസന്മാരെ സ്നേഹിപ്പാനൊക്കെ ഞങ്ങൾക്ക് കൃപ തരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ എത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ. ഓറാമാന ഹംദരേദികൾ കഥാനകര ദൈവദാസനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ റോമ സമറിയുടെ ദൈവദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രേരണയിൽ ആരാധിക്കുവാൻ ദൈവത്തിന്റെ കൃപയും സമാധാനം ഞങ്ങളുടെ കൂടെ വന്നതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് പിന്നെയും ആരാധിക്കുവാൻ ദൈവകൃപ തന്നല്ലോ. എന്റെ ദൈവം പരിശുദ്ധനായ കർത്താവാണ്. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദേശത്തെ, രാജ്യത്തെ, ഞങ്ങൾ പ്രിയപ്പെട്ട ഭവനങ്ങളെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ഓടിവാ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ എല്ലാ സ്വർഗീയതകളിലേക്ക് ഞങ്ങൾ തരികയാണ്. സർവശക്തനായ ദൈവത്തിന്റെ കൃപ സമാധാനം ഞങ്ങളോട് ഉണ്ടാകട്ടെ. കർത്താവേ, കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. തുടർന്ന് ആരാധിക്കുന്ന ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ പരിശുദ്ധ അഭിഷേകം പ്രാപിക്കാത്ത ജനത്തെ നീ നിറയ്ക്കണമേ. അവർക്കത് അനുഭവിപ്പാൻ, സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ ആരാധിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം, കെട്ടുകൾ പൊട്ടിമാറണം, മൺകുടം ഉടയണം. കർത്താവ്, തീവത്തുന്ന ഒരു അഭിഷേകം ഹല്ലേലൂയ തന്റെ മക്കൾ തന്റെ വിഷയങ്ങളുമായി ദൈവപാദമെടുത്ത് അങ്ങേ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുക. എന്റെ ദൈവമേ ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, എന്നെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരിയാണ്. അവൻ നോക്കുന്ന എന്നെ ജനം ആരാധിക്കുന്നു. രണ്ടുകൊണ്ട് വാദം മൂടി, രണ്ടുകൊണ്ട് പറഞ്ഞ് ഹല്ലേലൂയ ഓറി കാബാല ബൗഷാലഹ ഉറവത ശബ്ദല, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് വാദം
അങ്ങോട്ട് കർത്താവെ പറയുന്നവർ ദൈവത്തെ ആരാധിക്കുന്നു. കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ കർത്താവ് പരിശുദ്ധൻ 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 എന്ന പകൽക്കാലം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെട്ട കർത്താവ് വലിയ ചെയ്യട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധ കർത്താവിന് കൃപി സമാധാനം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഓടാബാല ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം ഹല്ലേലൂയ. ഓ റിബറബദിര ഓറ നീരുള്ളതിനരികെ ഫലപ്രദമായ ഒരു വിഷയം അതിന്റെ കൊമ്പ് മതിൽമേൽ പടരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് അതിന്റെ കൊമ്പുകൾ പടരട്ടെ. അല്ലെങ്കിൽ പ്രയാസങ്ങൾ വന്നാലും ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാലും ദർശനമുള്ള ജനം ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കും. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാം. ആത്മാവിന്റെ ശക്തിയോടെ നമുക്ക് ആരാധിക്കാം. ഈ പേരനെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോട് സമാധാനത്തോടെ മക്കളെ ആരാധിക്കാം. അന്യഭാഷയിൽ ആരാധിക്കാം. അന്യഭാഷ